പൂക്കളെയും വളരെയേറെ സ്നേഹിച്ചിരുന്ന ശ്രീ ജവഹർലാൽ നെഹ്റുവിനെ കുട്ടികൾ സ്നേഹത്തോടെ ചാച്ചാജി എന്നാണ് വിളിച്ചിരുന്നതെങ്കിൽ മേശകളെയും കസേരകളെയും ഡെസ്കുകളെയും ജീവന തുല്യം സ്നേഹിക്കുന്ന ബഹുകുത്ത് വിദ്യാഭ്യാസ മന്ത്രിയെ കുട്ടികളെ കൊണ്ട് അപ്പൂപ്പ എന്നാണ് വിളിപ്പിക്കുന്നത്. അതെന്താ നീ അങ്ങനെ ഒരു കുത്തും കോണും വെച്ച് ബാക്ക് ഇരുന്ന് പഠിച്ചിട്ട് പിന്നെയും സക്സസ് ആയി വന്നതായിട്ട് അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ സാർ ഏത് ബെഞ്ചിലിരുന്നാണ് പഠിച്ചെന്ന് അറിയാൻ ഒരു കൗതുകത്തോടെ ചോദിക്കുക. വായിക്കെടുക്കുന്ന എല്ലില്ലാത്ത നാവാന്ന് വിചാരിച്ച് എന്തെങ്കിലും കയറി വളച്ചൊടിച്ച് തിരിച്ചു മറിച്ച് വിളമ്പരുത് കേട്ടോ. ഞാനും ബാക്ക് ബെഞ്ചിലും ഫ്രണ്ട് ബെഞ്ചിലും എല്ലാ ബെഞ്ചിലും ഇരുന്നിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ബെഞ്ചിനോടും ഡെസ്കിനോടും കസേരയോടും ഒക്കെ പണ്ട് തൊട്ടേ നമ്മുടെ മന്ത്രിയപ്പൂപ്പന് ഒരു പ്രത്യേക ഇഷ്ടമാണ്. തനിക്ക് രാവിലെ ഈ നാറിയ കഥകളല്ലാതെ നല്ല വർത്താനൊന്നും പറയാനില്ല. ഒരിടത്തൊന്നും ഉറച്ചിരിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ മാറി മാറി ഓരോരിടത്തും ഇരിക്കുക മാത്രമല്ല, അത് ചാടിക്കേറി നിൽക്കും, കിടന്ന് ഉരുളും, ഡാൻസ് കളിക്കും, ബോധം കെട്ട് വീഴും. അങ്ങനെ എത്ര കലാപരിപാടികളാണ് നമുക്കുള്ള. അതും കൂടെ വിശദമായിട്ട് പറ. ഇതൊരു അസാമാന്യ പ്രതിഭയാണ് വന്നിരിക്കും. നമ്മൾ ഐക്യകേരള രൂപീകരണത്തിന് ശേഷം നമുക്ക് വിദ്യാഭ്യാസ രംഗത്ത് മാറ്റങ്ങൾ വരണമല്ലോ ഈ വർത്തമാന കാലഘട്ടത്തിന്റെ അനുസരിച്ച്. ഐക്യകേരള രൂപീകരണത്തിന് ശേഷം വിദ്യാഭ്യാസ രംഗത്ത് ഈ വർത്തമാന കാലത്ത് മാറ്റങ്ങൾ വരണമല്ലോ എന്ന് ഇങ്ങനെയുള്ള വാക്കുകളൊന്നും സാധാരണ വരാത്തതാണല്ലോ മന്ത്രി അപ്പൂപ്പ. വരേണ്ട സമയത്ത് പോലും ഇതൊന്നും വരാത്തതാണല്ലോ. ഇതിനൊക്കെ മറുപടി പറയാനില്ലേ? വേണ്ട, ഞാൻ പോവാ. ഏറ്റവും വിദ്യാഭ്യാസമുള്ള ഒരു മലയാളിയെ നോക്കി ആ കസേരയിൽ ഇരുത്തിയിരിക്കുകയാണെന്നാണ് അവർ വിചാരിക്കുന്നത്. ആ ധാരണ അങ്ങനെ തന്നെ അവരുടെ മനസ്സിൽ നിലനിന്നോട്ടെ, അതില്ലാതാക്കണ്ട. അതുകൊണ്ട് ഇംഗ്ലീഷ് വാക്കുകൾ പരമാവധി ഉപയോഗിക്കണ്ട. എനിക്കിത് പറഞ്ഞില്ലേ, വല്ലാത്തൊരു മനസാക്ഷി കുത്താ. സാർ എന്തുകൊണ്ടാണ് വിദ്യാഭ്യാസ മന്ത്രിയാകാൻ താല്പര്യപ്പെട്ടത്? സാർ എങ്ങനെയാണ് വിദ്യാഭ്യാസ മന്ത്രി ആയത് എന്ന ചോദ്യം ചോദിക്കാതെ പോയത് അണ്ണന്റെ ഭാഗ്യം. സാറിന്റെ സമയത്തെ ഓണാഘോഷവും ഇപ്പം നമ്മുടെ ഈ കാലഘട്ടത്തിലെ ഓണാഘോഷവും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടല്ലോ. ഒരു ജനറേഷൻ ഗ്യാപ്പ് തന്നെ വരുന്നുണ്ട്. അപ്പൊ അതിനെ സാർ എങ്ങനെയാണ് കാണുന്നത്? വീണ്ടും ആ ചോദ്യം കറങ്ങി തിരിഞ്ഞ് മറ്റൊരു കുട്ടി ചോദിച്ചിരിക്കുകയാണ്. കാരണം ആദ്യത്തെ ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഉത്തരം കിട്ടിയില്ലല്ലോ. ആ ഒരു ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട്. പണ്ടത്തെ ഓണാഘോഷവും ഇപ്പോഴത്തെ ഓണാഘോഷവും തമ്മിലുള്ള വ്യത്യാസത്തെ എങ്ങനെയാണ് കാണുന്നത്? നീ ഇപ്പം മന്ത്രിയപ്പൂപ്പൻ ഒരു വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള രീതിയിൽ വേണ്ട, ഇത്രയും വർഷത്തെ ഈ ഗ്യാപ്പ് അനുഭവിച്ചറിഞ്ഞ ആളെന്നുള്ള രീതിയിൽ ആ അനുഭവം പറയാമായിരുന്നല്ലോ. അതും പറഞ്ഞിട്ടില്ല. ഉരുളുവാണ്, ഉത്തരങ്ങളൊന്നും കൃത്യമായിട്ട് പറയാൻ അറിയത്തില്ല. നമ്മൾ എത്ര വർഷക്കാലത്തെ വ്യത്യാസമുണ്ട്, ഒരുപാട് വ്യത്യാസമുണ്ടല്ലോ. ഒരുപാട് വർഷങ്ങളുടെ വ്യത്യാസമുണ്ട് ഓണാഘോഷത്തിൽ പഴയ കാലവും പുതിയ കാലവും സംബന്ധിച്ച്.